ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ ഞാനൊരെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയൊരു വിഷമഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് പോസ്റ്റ് ചെയ്യാനും കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇതിപ്പം എൻ്റെ ഗാലറിയിൽ കിടക്കും, അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു രണ്ടാമത്തെ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ എണീച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാല് കൊടുക്കണമായിരുന്നു. അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് രാവിലെ കാപ്പിക്ക് ദോശയും ചമ്മന്തിക്കറിയായിരുന്നേ. അമ്മയും കുഞ്ഞമ്മയും കൂടി രാവിലെ തന്നെ എണീറ്റിട്ട് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ വിചാരിച്ചു എന്നാൽ ദോശയും ചമ്മന്തിക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഏത്തയ്ക്ക പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സൗണ്ടെല്ലാം അടച്ചിരിക്കും കേട്ടോ. എനിക്ക് പനിയാണ്. ഒരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് പനിയാണ്, അങ്ങോട്ട് മാറുന്നില്ല. ഇപ്പോഴത്തെ വൈറൽ പനി പോലെ തന്നെ വന്നേന്ന് തോന്നുന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ഒന്നും അങ്ങോട്ട് മാറുന്നില്ല. അവിടെ ആണെങ്കിൽ തൊട്ട് മുറ്റത്താണെങ്കിൽ ഒരു പേരമര നിൽപ്പുണ്ടായിരുന്നു. അതിന് നല്ല പഴുത്ത പേരയ്ക്ക ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല പഴുത്ത പേരയ്ക്കായിരുന്നു. അപ്പം കുഞ്ഞമ്മ പറഞ്ഞു വാ നമുക്ക് പേരയ്ക്കയൊക്കെ പറിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പേരയ്ക്കയൊക്കെ പറിച്ചു. അങ്ങനെ അമ്മ അവിടെ നിന്നുകൊണ്ട് ഓടിപ്പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ. കുഞ്ഞമ്മ അതിട്ട് വലിച്ചിട്ടൊന്നും വീഴുന്നില്ല. കാരണം അതിൻ്റെ തോട്ടയുടെ അത് പിടിക്കുന്നത് ശരിയാവുന്നില്ല. അങ്ങനെ എന്നാലും കുറച്ച് പേരയ്ക്കയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ആണെങ്കിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബീഫ് കറി വെക്കാമെന്ന്. അപ്പം എൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളി അരിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിനിടയ്ക്ക് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സഹായത്തിന് അവിടെ അമ്മയും കുഞ്ഞമ്മയും അമ്മൂസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അവർ പറഞ്ഞു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ ഉൾപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുമാരിങ്ങനെ മാറിയൊക്കെ നിൽക്കുമായിരുന്നു. അമ്മയും കുഞ്ഞമ്മയും അങ്ങനെയൊന്നുമില്ല, നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ ഒരു ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പം വ്ളോഗ് പോലെയൊക്കെ ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് അമ്മ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് നീ എന്ത് ചെയ്യുക, ഇതെന്തിനാ ഇത് ഇവിടെ വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ മറ്റേ മുളക് പൊടി ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ മറ്റേ കവറിലെ പൊടിയാണേ. അതൊക്കെ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത് എന്തോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സാധനങ്ങൾ വേണ്ടി വരുമ്പോഴും അവിടെ കുഞ്ഞമ്മയെ വിളിക്കുന്നുണ്ട്. കുഞ്ഞമ്മ ഇതെടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞമ്മ ഓടി വന്നിട്ട് ഇതെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമുക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത് കൊണ്ട് ഒരു മൂഡില്ലാത്ത രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നിനൊരു താല്പര്യം തോന്നാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ബീഫ് കറി വെക്കുന്നതിൻ്റെ പ്രോസസ്സിങ്ങിലായിരുന്നു. ആദ്യം ബീഫ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും സവാളയും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് വഴറ്റി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്കിന് ഉള്ളിയൊക്കെ വഴളുന്ന സമയമാകുമ്പോഴത്തേക്കിനും ബീഫ് കുക്കറിലിരുന്ന് വേവുമല്ലോ. അതിൽ
ഇടയ്ക്കൂടെ മീനൊക്കെ വറുക്കുന്നുണ്ട്. ബാക്കി ഉച്ചക്കത്തേക്ക് സാമ്പാർ, തോരൻ അതൊക്കെ അതിനിടയ്ക്കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഞാനിതിൽ മാത്രമാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം പൊടി ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞ് ചിലപ്പം നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലെ അല്ലല്ലോ, അവിടെ വെക്കുമ്പോൾ എല്ലാവർക്കും എരി കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡൗട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പൊടി ഐറ്റംസൊക്കെ എടുത്ത് തരാം ഇങ്ങനെ കുഞ്ഞമ്മയോട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്മ എടുത്തിങ്ങനെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. കുഞ്ഞമ്മ അത് എന്തെങ്കിലും കൂടിപ്പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ഉച്ച കഴിയുമ്പോഴത്തേനിങ്ങ് വീട്ടിലേക്ക് പോരും. അപ്പം ബാക്കി പിന്നെ അവരല്ലേ കഴിക്കേണ്ടതേ. അപ്പോൾ അവർക്കതൊരു കംഫർട്ട് ആവണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് അത് ഒഴിച്ച് ചേർത്തേ. ഞാൻ ഈ വ്ളോഗ് ചെയ്യാനും കൊണ്ട് അധികമൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു 3-4 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മളെ അറിയാവുന്നവരാണ് കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യാത്ത ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. വലിയ വ്ളോഗൊന്നും അല്ലെങ്കിലും നമ്മൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഹായ് സൂപ്പർ, തിളച്ച് മറിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കിനും കുറച്ച് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കിന് നിർത്തി. കുഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പോൾ അവൻ്റെ അടുത്ത് എനിക്ക് ഇടയ്ക്കൊന്ന് പോകേണ്ടി വന്നു. ആ സമയം കൊണ്ട് എല്ലാം വെന്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വന്ന് ഒന്നുകൂടെ കടുവൊക്കെ വറുത്ത് ടേസ്റ്റ്, അതായത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ഷോ ഒക്കെ ഇടുന്നുണ്ട്. കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനങ്ങ് പറഞ്ഞാൽ പോരല്ലോ, കാണുന്നവരൊക്കെ കഴിക്കുന്നവരും കൂടെ പറയണ്ടേ. അപ്പോഴത്തേക്കിന് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ടൈമായിരുന്നു. ഉച്ചയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് വെന്തപ്പോഴത്തേക്കിന് ഉച്ചയായി. അപ്പോഴത്തേക്കിന് അടുത്ത ഫുഡിനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരുങ്ങി ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഇങ്ങ് വരെ വരണമല്ലോ. വീട്ടിലെത്തുമ്പോഴത്തേക്കിന് നല്ലൊരു ടൈമാവും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ഫ്രഷായി പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബീഫ് മാത്രമല്ല കേട്ടോ, സാമ്പാറുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, പിന്നെ ആണെങ്കിൽ മീൻ വറുത്തതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. എല്ലാവരും ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ അങ്ങനെ അവരുടെ ഒരു പ്രൈവസിയെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പം അവരുടെയായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മളപ്പോഴത്തേക്കിനെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ കണ്ട് ഒരുങ്ങി നിൽക്കുന്നു. ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് ഞാനും റെഡിയായി. എല്ലാവരും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങി യാത്ര പറയുന്നൊരു രംഗമാണ് ഈ കാണുന്നത്. അവനാണെങ്കിൽ കൊച്ചതിന് വരണമെന്നേ ഇല്ല. അവൾ പറയാം ഞാനും ഇവരുടെ കൂടെ പോവാന്നൊക്കെ അവരോട് പറഞ്ഞിങ്ങനെ ടാറ്റയും ബൈയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇപ്പം അങ്ങനെ യാത്ര തിരിച്ചേ. നേരെ നമ്മൾ ചെന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയ്ക്കും അപ്പാപ്പനും പൈക ജംഗ്ഷനിൽ തന്നെ റോഡ് സൈഡ് തന്നെ ഒരു മീൻകട ഉണ്ടായിരുന്നു. അവരുടെ 2 കടയുണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്. അതായത് നമ്മൾ പൈക റോഡുണ്ടല്ലോ, അവിടുത്തെ ആ പൈക ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പം വരുന്നവരൊക്കെ അവിടെ കയറി മീനൊക്കെ മേടിക്കുന്നവർക്ക് മീൻ മേടിക്കാം. ചിക്കനുണ്ട്, ബീഫുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നൈസായിട്ട് കുറച്ച് മീനൊക്കെ എടുത്തു. മീനൊക്കെ തന്നു. അതൊക്കെ കൊണ്ടുവന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഇറങ്ങി യാത്ര തിരിച്ച് നമ്മൾ തിരിച്ച് വരുക. കുറേ ഒരു 2-2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ആ റോഡൊക്കെ ആണെങ്കിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. ഞായറാഴ്ച ദിവസമാണ് ഈ വരുന്നത് കേട്ടോ. അന്ന് വലിയ തിരക്കില്ല. നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേന് എല്ലാവർക്കും ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ ഒരു ചായക്കടയിൽ നിർത്തി ചായയും ബജ്ജിയൊക്കെ കഴിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പാഴ്സലൊക്കെ വാങ്ങി. പിന്നെ മാങ്കോട് നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വരുന്നവരുമാണ് അച്ഛനും മക്കളും കൂടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നെത്തി. ഞങ്ങൾ വന്നപ്പോഴത്തേനും കണ്ടു ഞങ്ങളുടെ നിന്നെ അവിടെ നിന്നുകൊണ്ട് വാലാട്ടുന്നത്. 2 ദിവസം ഞങ്ങളെ കണ്ടില്ലല്ലോ, അതിൻ്റെ ആ ഒരു സന്തോഷപ്രകടനം അവനവിടെ നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.